ഇനി നമ്മുടെ രണ്ട് പ്രധാന സാമൂഹ്യ നിരീക്ഷകരുടെ വിലയിരുത്തലാണ്. മുഖ്യമന്ത്രി തീരുമാനിച്ചത് കീഴ്വഴക്കങ്ങൾ ലംഘിച്ചെന്ന് തുറന്നടിക്കുന്നു NSS ജനറൽ സെക്രട്ടറി. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നാവുമല്ലോ അവിടുത്തെ ലൈൻ. അറിയാമോ, നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന അത് നമ്മുടെ വിഷമമാകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. സത്യത്തിൽ ഒരു ജനാധിപത്യ സംസരമാണ് നടന്നിരിക്കുന്നത്. കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി എന്ന് വേണം പറയാൻ. ഇത് വളരെ കഷ്ടമായി പോയി. ഈ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയാണ് യോഗ്യൻ എന്നാണോ NSS നിലപാട്? വ്യക്തിപരമായി പറഞ്ഞാൽ അതാണ് യോഗ്യൻ. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. എല്ലാവരും 3 പേരും യോഗ്യരായിരുന്നു. പക്ഷേ ആ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങേരായിരുന്നു മുൻപന്തിയിൽ. മാനദണ്ഡം എന്ന് വെച്ചാൽ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദണ്ഡം, വിഷമം, മനപ്രയാസം. ലീഗ് വിരുദ്ധ പരാമർശങ്ങളിൽ പണ്ടേ പ്രസിദ്ധനായ വെള്ളാപ്പള്ളി സുകുമാരൻ നായർ ഇതൊക്കെ പണ്ടേ പറയേണ്ടതായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ്. മുഖ്യമന്ത്രി തീരുമാന വിലയിരുത്തലിലും സമുദായ ഐക്യം സമദൂരത്തിൽ തന്നെ. സുകുമാരൻ നായർ സാറ് അദ്ദേഹം പറയുന്ന എല്ലാ സ്ഥലത്തിനോടും യോജിക്കാൻ എനിക്ക് തയ്യാറല്ല, എനിക്ക് യോജിപ്പില്ല. എന്നാലും അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു അനവസരത്തിലാണെന്ന് പറഞ്ഞു എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. NSS പറയുന്നത് എന്തുകൊണ്ടാണ്? കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചത് കൊണ്ടാണ് പറയുന്നത്. അത് പറയാൻ അവകാശം എല്ലാവർക്കും ഇല്ലേ? പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറഞ്ഞില്ലെങ്കിൽ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ടാത്ത നേരത്ത് പറഞ്ഞില്ലെന്ന് പറയില്ലേ? തീർച്ചയായും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയണമായിരുന്നു. ഞങ്ങൾ ആവശ്യമില്ലാത്തടത്ത് ഒന്നും പ്രതികരിക്കാറില്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? ഇപ്പോൾ പ്രതികരിച്ചത് എൻ്റെ രൂക്ഷമായ ഭാവത്തിൽ അത് വന്നതുകൊണ്ടാണ് അത് പ്രതികരിച്ചു. NSSന്റെ അതാണ് ഉദ്ദേശത്തിൽ പറഞ്ഞെങ്കിൽ ആ പാവം രമേശിന്റെ തന്നെ ഭാവി നശിപ്പിക്കുകയല്ലേ. എന്തിനിങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നു? സമുദായത്തിന്റെ കാര്യം പറഞ്ഞാൽ പറയാം. അത് SNDP ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം വേറെ, ഇത് NSSന്റെ. ഇത് രണ്ടും രണ്ടാ. താൻ വലിയ വർത്തമാനമൊന്നും പറയണ്ട. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം. വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല. എന്തായാലും മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ദിവസം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിലും തീരുമാനമായി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കസേര മാറുമ്പോൾ തീപാറും, പോര് കടുക്കും. പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയനെ ഏകണ്ഠമായിട്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഒലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാ. കുതിക്കുമ്പോ മൂക്കൂത്തി വീഴാതിരുന്നാ മതി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, സഖാവ് പിണറായി വിജയൻ, സഖാവ് A വിജയരാഘവൻ ഉൾപ്പെടെയുള്ള PV മെമ്പർമാരും അതുപോലെ മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം ഏകണ്ഠമായിട്ടാണ് സഖാവ് പിണറായി വിജയനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, അദ്ദേഹം തന്നെ ഇരിക്കുന്നതാണ് UDFന് കുറച്ചുകൂടെ സൗകര്യം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷമായി. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 102 കിട്ടി. ഇനി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇവിടെ ഇരുന്നാൽ മിക്കവാറും അസംബ്ലി തൂത്തുവായിരുന്ന അവസ്ഥയിൽ ഞങ്ങളെത്തും. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. പിണറായിയെ കാണാനുമെത്തി VD സതീശൻ. കാവൽ മുഖ്യമന്ത്രി നിയുക്ത മുഖ്യമന്ത്രിക്ക് ആശംസകൾ നേർന്നു. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കഴിക്കൂ, കഴിക്കൂ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നീ അഭിനയിക്കാൻ പാടാ, അപ്പൊ കാണാം. എടാ സ്റ്റാനിസ്ലാവ്സ്കി, ഇത് വെറും തുടക്കമാണ്. ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നാടിൻ്റെ നന്മയ്ക്കായി ഭരണപക്ഷവും പ്രതിപക്ഷവും തോളോട് തോൾ ചേർന്ന് നിൽക്കട്ടെ. ഭരണപക്ഷത്തെ തിരുത്താൻ പ്രതിപക്ഷത്തിനുമാകട്ടെ. ഭിന്നതകളിൽ ആരോഗ്യകരമായ സംവാദവും
നടക്കട്ടെ. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.